മദ്യലഹരിയിൽ വാഹനമോടിച്ച് കാൽനടയാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവം. സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കോട്ടയം നാട്ടകം MC റോഡിൽ വെച്ച് അപകടമുണ്ടാക്കിയതിന് പിന്നാലെ നാട്ടുകാരുമായും പോലീസുമായും താരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അപകടത്തിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാരെയും ഇടപെടാനെത്തിയ പോലീസിനെയും ഇയാൾ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം ഭാഗത്ത് നിന്നെത്തിയ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സിദ്ധാർത്ഥ് കാൽനടയായി പോവുകയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചത്. കാലിന് പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ ചികിത്സയിലാണ്. കാസർഗോഡ് വെളിച്ചപ്പാടിന്റെ കടിയേറ്റ് പെയിന്റിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കാസർഗോഡ് ചന്തേര മണിയാട്ട് കാട്ടൂർ തറവാടിന് സമീപത്തെ പെയിന്റിംഗ് തൊഴിലാളി P പ്രകാശിനാണ് കടിയേറ്റത്. അയൽക്കാർ തമ്മിലുണ്ടായ അതിർത്തി തർക്കം ആക്രമണത്തിലും കടിയിലും കലാശിക്കുകയായിരുന്നു. ചന്തേര ചെമ്പിലോട് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് കൃഷ്ണനാണ് അക്രമം അഴിച്ചുവിട്ടത്. വെളിച്ചപ്പാട് ഓടിച്ച കാർ റോഡിലൂടെ പോകുന്നതിനിടെ മതിലിൽ ഇടിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കടിയേൽക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ പ്രകാശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ ചന്തേര പോലീസ് നിലവിൽ കേസെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇരുവരും തമ്മിൽ പല കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കളമശ്ശേരി കിൻഫ്ര സമുച്ചയത്തിനുള്ളിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് ഉപയോഗശൂന്യമായ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിന്റേതാണ് ഈ മൃതദേഹമെന്നാണ് പോലീസിന്റെ സംശയം. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സുഹൃത്ത് അറസ്റ്റിൽ. ഇടുക്കി മേരികുളത്തിന് സമീപം ഓർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന പുളിക്കമഠത്തിൽ റോബിൻ തോമസ് ആണ് മരിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന റോബിന്റെ സുഹൃത്ത് സോജനെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റോബിന്റെ വീടിനടുത്താണ് ഉപ്പുതറ സ്വദേശിയായ ഇടത്തിപ്പറമ്പിൽ സോജൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സുഹൃത്തുക്കളായ ഇരുവരും ചേർന്ന ക്രിസ്മസ് ദിനത്തിൽ മദ്യപിച്ചു. രാത്രിയായതോടെ ഇരുവരും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. റോഡിൽ വെച്ച് കയ്യാങ്കളിക്കിടെ സോജൻ കല്ലുകൊണ്ട് റോബിന്റെ തലക്കിടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന റോബിൻ പരിക്കേറ്റ് വഴിവക്കിൽ വീണു. ഇത് കാര്യമാക്കാതെ സോജൻ വീട്ടിലേക്ക് കയറിപ്പോയി. രാവിലെ പണിക്ക് പോകാൻ റോബിനെ വിളിക്കാൻ പിതൃ സഹോദരന്റെ മകനെത്തിയപ്പോഴാണ് റോബിൻ റോഡരികിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി സോജനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തന്നെ ആക്രമിച്ചപ്പോൾ തിരിച്ചു മർദ്ദിച്ചുവെന്നാണ് സോജൻ പോലീസിനോട് പറഞ്ഞത്. ഇരട്ട സഹോദരങ്ങൾ പിതാവിന്റെ ജ്യേഷ്ഠനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പ്രതികൾ ഒളിവിൽ. ഇടുക്കി നെടുങ്കണ്ടം ഭോജൻ കമ്പനിയിലാണ് സംഭവം. 47-കാരൻ മുരുകേഷിനെയാണ് കൊലപ്പെടുത്തിയത്. അനുജൻ അയ്യപ്പന്റെ മക്കളായ ഭുവനേശ്വറും വിഘ്നേശ്വറും ചേർന്നാണ് കൊല നടത്തിയത്. തമിഴ്നാട് സ്വദേശികളായ ഇവർ വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസക്കാരാണ്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. കൊല നടത്തിയ ശേഷം ഇരുവരും ഒളിവിൽ പോയി. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പോക്സോ കേസിൽ പ്രതിയായ 23-കാരനും മുത്തശ്ശിയും ഉൾപ്പെടെ 3 പേർ തൂങ്ങി മരിച്ച നിലയിൽ. കണ്ണൂർ കൂത്തുപറമ്പ് നീർവേലിയിലാണ് ഒരു വീട്ടിലെ 3 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഷൻ സുനിൽ, മുത്തശ്ശി റജീവി കെ, സഹോദരി റോജ എന്നിവരാണ് മരിച്ചത്. കിഷൻ നേരത്തെ പോക്സോ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചുമകൻ മരിച്ച വിഷമത്തിൽ മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരിയും ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. 2 പേർ പിടിയിൽ. ക്രിസ്മസ് ദിവസം പുലർച്ചെ 12:10 സംഭവം. മുപ്പത്തടം കരോത്തുകുന്ന് അഭിജിത്ത് കിഷോർ, മുപ്പത്തടം വടശ്ശേരി തണ്ടരിക്കൽ ഉന്നതിയിൽ അമൽ ജോണി എന്നിവരെയാണ് ബിനാനിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മുൻവൈരാഗ്യം മൂലം യുവാവിനെ മൊബൈൽ ഫോണിലൂടെ വിളിച്ചു വരുത്തി ആക്രമണം നടത്തുകയായിരുന്നു. യുവാവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണ് അഭിജിത്ത്.